ആഷ്മി എസ് കെ എന്ന് പറഞ്ഞാൽ സർക്കാരിന് കുഴപ്പമുണ്ടാകുന്നില്ല എന്നാൽ ജസ്റ്റ് ഒരു ചേഞ്ച് എന്ന മട്ടിൽ മാറ്റിയേക്കാം എന്നൊന്നുമല്ല കാര്യം. അങ്ങനെ മാറ്റുകയാണെങ്കിൽ പയ്യന്നൂരും തളിപ്പറമ്പും തൃക്കരിപ്പൂരും ഉദുമയും അടക്കം പാർട്ടി കോട്ടകളിലെ കടപുഴക്കങ്ങൾ അതുണ്ടാവില്ല എന്ന് സജി ചെറിയാനും ഐസക്കിനും മാത്രം ഒരു പക്ഷേ മനസ്സിലാവാതെ ഉണ്ടാവുള്ളൂ. ബാക്കി താഴെത്തട്ടിലെ CPM അണികൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനനുസൃതമായ ചർച്ചകൾ നടക്കണം. എസ് കെ എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ എത്രത്തോളം രൂക്ഷ വിമർശനങ്ങൾ കേട്ട മറ്റ് കമ്മിറ്റികൾ ഉണ്ടോ എന്നറിയില്ല. അത്രത്തോളം രൂക്ഷ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് പ്രതിപക്ഷ നേതാവിലേക്ക് ട്രാൻസ്ഫോർമേഷൻ സാധ്യമാകുമോ എന്നാണ് ചോദ്യം. സാധ്യമാകും എന്ന് തന്നെയാണ് മറുപടി. കാര്യം 96 അദ്ദേഹം ആദ്യം വൈദ്യമന്ത്രിയെ വരുമ്പോഴേക്കും ഏതെങ്കിലും തരത്തിൽ മുന്നനുഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വന്നു, നല്ല ഏറ്റവും ഗംഭീരമായ മന്ത്രി എന്ന പേരെടുത്തു. പക്ഷേ എസ് കെ ഇവിടെ അവിടെ മുഖ്യമന്ത്രിയായിരുന്നാൽ അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ശൈലി, ആ ശൈലിയിൽ ആൾക്ക് പ്രതിപക്ഷ നേതാവ് ആവാൻ കഴിയും, പറ്റും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് എസ് കെ? ഇവിടെ പ്രശ്നം LDF നേരിട്ട് അതിന് ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയമാണ്. 1927 UDF ഏറ്റവും വലിയ വിജയം, 111 സീറ്റുകൾ നേടി. അടിയന്തരാവസ്ഥ കഴിഞ്ഞുണ്ടായ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിനെ ജനം ആട്ടിയൊഴിച്ചപ്പോൾ കേരളത്തിലെ ജനം കോൺഗ്രസ് ചേർത്ത് പിടിച്ചു. അത് വൈരുദ്ധ്യം. അന്ന് പൊട്ടെന്ന് CPI ഒക്കെ ഉള്ളത് വിട്ടേക്ക്. അതിനുശേഷം 2001 100 സീറ്റ് അന്ന് UDF പിടിച്ചു. 40 സീറ്റുകൾ LDF ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും 48% വോട്ടുകൾ UDF-നും 46% വോട്ടുകൾ LDF-നും ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള വലിയ പരാജയം ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പക്ഷേ ഈ പറയുന്ന 102 സീറ്റ് 35 ആണെങ്കിൽ കൂടിയും ഈ വോട്ട് ശതമാനത്തിൽ കാര്യമായ ഗണ്യമായ കുറവ്, 9% കുറവുണ്ടായിട്ടുണ്ട്. അത് പോയത് BJP-യിലേക്ക്, അതുപോലെ കൃത്യമായി UDF-ലേക്ക് തന്നെയാണ്. അപ്പോൾ ഒരു വോട്ടൊഴുക്ക് UDF-ലേക്ക് ഉണ്ടായി. എസ് കെ ഇവിടെ നോക്കുക, എസ് കെ ഇവിടെ പിണറായി വിജയൻ, സാക്ഷാൽ പിണറായി വിജയൻ അടക്കം ധർമ്മടത്ത് 7 റൗണ്ട് തോറ്റ് ജയിച്ചു എന്ന് പറയുമ്പോൾ അതും താരതമ്യേന പ്രായത്തിൽ ചെറുപ്പക്കാരനായ ഒരു താരതമ്യേന ചെറുവാല്യക്കാരനായ ഒരു യുവാവിനോട് മുട്ടടിച്ച് ജയിച്ചു എന്ന് പറയുമ്പോഴേക്കും എത്രത്തോളം വലുതാണ് ആ തോൽവിയിൽ പിണറായി വിരുദ്ധ വികാരം എന്ന് വ്യക്തമാണ്. അത്തരത്തിൽ തോൽവി എത്രത്തോളം മാരകമായ പരാജയത്തിലേക്ക് നയിച്ച ഒരാൾ വീണ്ടും അവിടെ പ്രതിപക്ഷ നേതൃത്വത്തിലേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആ സംഘത്തിന്റെ മൊറയിൽ ബൂസ്റ്റ് ചെയ്യാൻ അത് കഴിയും എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. കാരണം എന്താണ്? ഇവിടെ ബാക്കി എല്ലാ പാർട്ടി ചട്ടക്കൂടുകളെ മറികടക്കും വണ്ണം വലിയ ജനവികാരത്തിന് ചിറകലേറി വരുന്ന വലിയ ജനകീയനായ ഒരു മുഖ്യമന്ത്രി, ഇരട്ടി കരുത്തിലാണ് VDC അവിടെ നിൽക്കുന്നത്. അവിടെയാണ് ആ ജനവികാരത്തിന് കൊടി ആഘാതത്തിൽ നേതൃത്വം നൽകിയ ഒരാൾ അവിടെ ഇരിക്കുമ്പോൾ ഏത് രീതിയിൽ ആ സംഘത്തെ നയിക്കാൻ പിണറായി വിജയന് മുറയിൽ ധാർമ്മിക അവകാശം എങ്ങനെ കഴിയുമെന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എസ് കെ ഇവിടെ ഇപ്പോൾ അതിൽ CPM-ന് നിസ്സഹായത ഓഫ് കോഴ്സ് ഉണ്ട്. കാര്യം അതിന് പകരം ആരും ചോദിച്ചാൽ KN ബാലഗോപാലാണ് മൃദുഭാഷി. ഈ പറയുന്ന ഘടാഘടിയൻ സംഘത്തെ നേരിടാൻ അദ്ദേഹത്തിന്റെ ശൈലി കൊണ്ട് കഴിയില്ല. പിന്നെ റിയാസാണ് ഉള്ളത്. പിന്നെ ആകെയുള്ള സജി ചെറിയാനും ജോയിയെ പോലുള്ള ആൾക്കാരുമാണ്. അവരെയൊന്നും പ്രതിപക്ഷ നേതൃപദവിയിലേക്ക് ആലോചിക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ സജി ചെറിയാൻ പറയാൻ നമ്മൾ കേട്ടു, ആലോചിക്കുന്നതില്ല. അതുകൊണ്ട് CPM-ന് നിസ്സഹായാവസ്ഥ ഓഫ് കോഴ്സ് അതിലുണ്ട്. ഇപ്പോൾ KK ശൈലജ ഇപ്പോൾ എസ് കെ യഥാർത്ഥത്തിൽ LDF CPM ജയിക്കുമെന്ന സിനേറിയോ മാത്രമേ ആലോചിച്ചുള്ളൂ. തോക്കുമെന്ന സിനേറിയോ ആലോചിച്ചിരുന്നെങ്കിൽ ഉറപ്പായും KK ശൈലജയെ ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ മത്സരം ജയിപ്പിക്കുമായിരുന്നെങ്കിൽ ഏറ്റവും ആപ്റ്റായ ഒരു പ്രതിപക്ഷ മുഖം KK ശൈലജ ആകുമായിരുന്നു. കാര്യം ഈ പറഞ്ഞ എന്ത് വിമർശനം പറഞ്ഞാലും KK ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കെ ഉണ്ടാക്കിയ ഒരു പോപ്പുലാരിറ്റി, ജനസ്വീകാര്യത, ആൾക്കാരോട് ചിരിച്ച് സംസാരിക്കാനുള്ള കഴിവ്, അതൊക്കെയും ഏറ്റവും ആപ്റ്റായ ഒരു പ്രതിപക്ഷ നേതൃപദവിയിലേക്കാകും. പക്ഷെ അതുണ്ടായില്ല. എസ് കെ ഞാൻ പറയുന്നത് പ്രാക്ടിക്കൽ അല്ല, ഒരുപക്ഷെ അത് മണ്ടത്തരം വേണമെന്ന് വിളിക്കാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുക, ധർമ്മടത്ത് ആ MLA സ്ഥാനം പിണറായി വിജയൻ രാജിവെക്കുക. അവിടെ മുതിർന്നൊരു നേതാവിനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക, അദ്ദേഹത്തെ സഭയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ മാത്രമേ ഇനി അവിടെ ഒരു ആ പ്രതിപക്ഷ നിരക്ക് ശക്തമായ പ്രതിപക്ഷത്തിന്റെ കുന്തവനെയാവാൻ കഴിയൂ എന്നാണ് എൻ്റെ ധാരണ. എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.